കംപ്ലീറ്റ് ആവുകയാണ്. 30 ഡേയ്സ് ചലഞ്ചിലെ ലാസ്റ്റ് വീഡിയോ ആണ് ഈ ഒരു വീഡിയോ. ഈ 30 ഡേയ്സ് ചലഞ്ചിൽ എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ, നമ്മളൊരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കരുത്, അതങ്ങ് ചെയ്തിരിക്കുക. നമ്മൾ ചെയ്യാനാകുമ്പോൾ പല ആൾക്കാർക്കും പല അഭിപ്രായമായിരിക്കും. നമ്മളെ പിന്തിരിപ്പിക്കാൻ നോക്കും, അല്ലെങ്കിൽ നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ നമ്മളെ കളിയാക്കും. ഇതൊന്നും മൈൻഡ് ചെയ്യരുത്. നമുക്ക് ഡാൻസ് ചെയ്യാൻ ഇഷ്ടമായിരിക്കും, പാട്ട് പാടാൻ ഇഷ്ടമായിരിക്കും, ചിലപ്പോൾ ഡ്രോ ചെയ്യാൻ ഇഷ്ടമായിരിക്കും, ആക്ട് ചെയ്യാൻ ഇഷ്ടമായിരിക്കും. അങ്ങനെ നമ്മളെ ഹാപ്പി ആക്കുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ജഡ്ജ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുക. നമ്മളെ ഹാപ്പി ആക്കുന്നുണ്ടോ നമ്മളത് ചെയ്യുക. നമ്മൾ ആരും ഒരു കാര്യത്തിനകത്തും പ്രോ അല്ല. നമ്മൾ ഓരോന്നും ബേസ് ചെയ്യുന്നതാണ് പഠിച്ചു തുടങ്ങുന്നത്. ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുടെ ലൈഫ് ഇമിറ്റേറ്റ് ചെയ്യാതിരിക്കുക. നമ്മളെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങളും മാത്രം ചെയ്യുക. ആക്ടേഴ്സിൻ്റെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെയൊക്കെ ലൈഫ് കണ്ടിട്ട് ഒരിക്കലും നമുക്ക് അതുപോലെ വേണമെന്ന് ചിന്തിക്കരുത്. അവരുടെ സിറ്റുവേഷൻസ് വേറെയാണ്, നമ്മുടെ സിറ്റുവേഷൻസ് വേറെയാണ്. എങ്കിൽ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് നമുക്കൊരു ബെറ്റർ വേർഷൻ കൊണ്ടുവരാൻ പറ്റും എന്നല്ലാതെ ഒരിക്കലും നമുക്ക് അവരെ പോലെ ആവാൻ പറ്റില്ല. നമുക്ക് നമ്മളാവാനേ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ എന്താകണം ഏതാകണം എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ കയ്യിലാണ്. അതുകൊണ്ട് നിങ്ങൾ എന്താവണം ഏതാവണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. സൊസൈറ്റി അങ്ങനെ പലതും പറയും. സൊസൈറ്റി പറയും ചിലപ്പോൾ നീ ഒരു ഡോക്ടർ ആവുക, അല്ലെന്നുണ്ടെങ്കിൽ ഒരു എഞ്ചിനീയർ ആവുക, നീ ചിലപ്പോൾ ഒരു ടീച്ചർ ആയാലായിരിക്കും നല്ലത്, അല്ലെങ്കിൽ നീ ചിലപ്പോൾ ഒരു IAS എടുത്താലായിരിക്കും നല്ലത്. സൊസൈറ്റി അങ്ങനെ പലതും പറയും. പക്ഷെ അവർക്കറിയില്ലല്ലോ നമുക്ക് എന്താ വേണ്ടിയെന്ന്, അല്ലെങ്കിൽ നമുക്ക് എന്തെല്ലാം സ്കില്ലുള്ളതെന്ന്, നമുക്ക് എന്താ ചെയ്യാൻ ഇഷ്ടമുള്ളതെന്ന്. അവരിതൊന്നും ചിന്തിക്കില്ല. അവർ മറ്റുള്ളവർ എന്താണോ ചെയ്യുന്നത് അതായിരിക്കും നമ്മളോടും ചെയ്യാൻ പറയുന്നത്. പക്ഷേ നമ്മൾ കണ്ടുപിടിക്കണം നമുക്ക് എന്താ വേണ്ടിയെന്നും നമ്മൾ എന്താണ് നമ്മുടെ ശരിക്കുള്ള സ്കിൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം അതിൻ്റെ പുറകെ പോകാൻ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് രമണ, നിനക്കിഷ്ടമുള്ള കാര്യം ചെയ്യുന്നതിൽ നീ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല, ശല്യം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നീ അതങ്ങ് ചെയ്തേക്കണം. ആരെയും നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഹാപ്പിനെസ് അല്ലേടാ വലുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, അല്ല ഈ ചലഞ്ചിലെ വീഡിയോ. ബൈ.